ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഹതഭാഗ്യരും നരകവും. ഇന്നത്തെ വിഷയം കുറച്ച് കടുപ്പമുള്ളതാണ്. 2, 3, 4 ദിവസമായി സ്വർഗം, അതിൻ്റെ ആനന്ദം, ഇതൊക്കെ പറഞ്ഞ് ശരിക്ക് നമ്മൾ ആനന്ദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് കരയാനുള്ള ഊഴമാണ്. കരയാനുള്ള ഊഴം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇതെൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഉറപ്പാണ് പേടിക്കാത്ത ഒരൊറ്റ ശരീരവും ഉണ്ടാവില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം ചിട്ടപ്പെടാത്ത ഒരൊറ്റ കൂട്ടുകാരനും ഉണ്ടാവില്ല. ഇതെൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ. അല്ല, ഈ പറയുന്നതൊക്കെ എൻ്റെ അയൽപക്കത്തിരിക്കുന്ന, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം, ഞാനിതിലൊന്നും പെട്ട ആളല്ല എന്ന് മനസ്സിലാക്കിയാലോ അതൊന്നും തലയിൽ കയറുകയുമില്ല. നേരെ മറിച്ച് ഇതൊക്കെ എൻ്റെ കാര്യമാണ്, പടച്ചോനെ എനിക്ക് വരാനുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചാൽ ആ നിമിഷം നമ്മൾ നന്നായി പോകും. അത്രയും കടുപ്പമുള്ള പ്രയോഗമാണ്. നീണ്ട ആയത്തുകൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് ഓതി വെച്ച ആയത്തുകളൊക്കെ ഇന്ന് ചർച്ച ചെയ്യാനുള്ളതാണ്. കാരണം നാളെ നമ്മൾ നേരത്തെ തർത്തീബാക്കിയ വിഷയപ്രകാരം നാളെ സംസാരിക്കേണ്ടത് റബ്ബിനോട് നന്ദി കെട്ട ജനത എന്ന നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ എന്ന ഭാഗം മുതൽക്കാണ്. ആ ഭാഗം മുതൽക്കാണ് എന്നതുകൊണ്ട് ഇന്ന് ഈ ഭാഗം പൂർണ്ണമായും തീർന്നിരിക്കണം. ഹതഭാഗ്യരും നരകവും. അല്ലാഹ് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നരകചിത്രങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നരകചിത്രങ്ങളുണ്ട്. പക്ഷേ ആ നരകചിത്രങ്ങളിലൊക്കെ സാധുവായ എനിക്ക് വല്ലാതെ ഒരു പൊള്ളുന്ന അനുഭവമായി തോന്നിയത് സൂറത്തുൽ വാഖിയയിലെ നരകചിത്രമാണ്. കാരണം അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് ആയത്തുകൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ മാറിയിട്ടുണ്ടാകും. മനസ്സുകൊണ്ട് വായിക്കണം. നിങ്ങളുടെ ചെവിയോ നിങ്ങളുടെ കണ്ണോ, കണ്ണും കാതും തന്നതുകൊണ്ട് സംഗതി നടക്കില്ല. നിങ്ങളുടെ മനസ്സ്, ആ മനസ്സാണ് ഇന്ന് ഇങ്ങോട്ട് തരേണ്ടത്. എന്നാൽ ഉറപ്പാണ് നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ അസ്ഹാബുശ് ശിമാൽ മാ അസ്ഹാബുശ് ശിമാൽ. ഹതഭാഗ്യർ. ആരാണ് ഹതഭാഗ്യർ? അവരുടെ ഭാഗ്യദോഷം ആർക്കാ കണക്കാക്കാൻ പറ്റുക? ഒന്നാമത്തെ ചോദ്യം. വ അസ്ഹാബുശ് ശിമാൽ മാ അസ്ഹാബുശ് ശിമാൽ. ഇടതുകൈയിൽ കിതാബ് നൽകപ്പെടുന്ന ഹതഭാഗ്യർ, അവരുടെ ഭാഗ്യക്കേട് ആർക്കാ കണക്കാക്കാൻ പറ്റുക? അവരെപ്പോലെ ഭാഗ്യം കെട്ട, അവരെപ്പോലെ ഭാഗ്യദോഷികളായ ആരെങ്കിലും ഭൂമി ലോകത്തുണ്ടോ? ഇല്ല. അതാണ് സത്യം. അതിൻ്റെ മറുപടിയും അതാണ്. ചോദ്യം ചോദിച്ച് വിഷയത്തെ ശരിക്കങ്ങോട്ട് വലുതാക്കി കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചോദ്യ ശൈലിയിൽ വിഷയത്തിൻ്റെ ഗൗരവം കാണിക്കുക. ആ ശൈലി ഉണ്ട് എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് 3 വിഭാഗം ജനങ്ങൾ എന്ന പരിപാടി അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ ആ തലക്കെട്ടിലായി നാം പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടാകും. ഇടതുകൈയിൽ കിതാബ് കിട്ടുന്ന ആ ഹതഭാഗ്യരുടെ കഥയെന്താണ്? ഫീ സമൂമിൻ വഹമീം. ഫീ സമൂം, അവരുള്ളത് ചുട്ടുപൊള്ളുന്ന തീയില, നല്ല തീക്കാറ്റിലാണ് അവരുള്ളത്. ഫീ സമൂം, തീക്കാറ്റിലാണ് അവരുള്ളത്. വഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളത്തിലുമാണ്. വളില്ലിൻ മിൻ യഹ്മൂം, നരകത്തിൽ നിന്നുയരുന്ന പുകച്ചുരുളിന്റെ, കരിമ്പുകയുടെ തണലുമല്ലാതെ അവർക്കില്ല. അവർക്കുള്ള തണൽ കരിമ്പുകയുടെ തണലാണ്. അവർക്കുള്ള വെള്ളം അവർ നിലനിൽക്കുന്ന വെള്ളം അതേതാ? നരകാവകാശികളുടെ ശരീരത്തിൽ നിന്നൊലിക്കുന്ന ചൂടുള്ള വെള്ളം. ആ ചുടുവെള്ളത്തിലാണ് അവർ നിലകൊള്ളുന്നത്. അവർക്ക് കിട്ടുന്ന കാറ്റോ, ആ കാറ്റ് തീക്കാറ്റാൻ. ഫീ സമൂമിൻ വഹമീമൻ വളില്ലിൻ മിൻ യഹ്മൂം. ഫീ സമൂം,
എന്താ ഈ 3 കാര്യം? സമൂമ്, ഹമീമ്, ദില്ല്. കാറ്റ്, വെള്ളം, തണല്. 3 കാര്യം അള്ളാഹു പറയാനുള്ള കാരണം, ചൂടെടുക്കുന്ന ഒരാൾ, ഉഷ്ണമുള്ള ഒരാൾ ആഗ്രഹിക്കുന്ന 3 കേസുകളാണിത്. ഉഷ്ണമുള്ള ഒരാൾ ആഗ്രഹിക്കുക ഈ 3 കേസാണ്. ഏതൊക്കെ? ഒന്നൊരു തണുത്ത വെള്ളം കിട്ടിയാൽ കുടിക്കാം. ചൂടുണ്ടാകുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ളതാണ്, വേഗം ബോധ്യപ്പെടും. 3 കാര്യം. ഒന്ന്, നല്ലോണം ചൂടെടുത്ത് ഇങ്ങനെ വരികയാണ്, നല്ലോണം വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചിങ്ങനെ വരികയാണ്, അല്ലെങ്കിൽ നല്ല വേനൽക്കാലമാണ്, നല്ല ചൂടുണ്ട്, റൂമിൽ മലർന്നങ്ങ് കിടന്ന് ഫാനിട്ട് കിടക്കാൻ എന്തൊരു സുഖം, നല്ല തണുത്ത കാറ്റ്. ഇത് ചൂടുള്ള കാലത്ത് ഏതൊരാളും ആഗ്രഹിക്കുന്ന കേസാണ്. ഒന്ന്. രണ്ടാമത്തത്, നല്ല തണുപ്പുള്ള കാറ്റ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തത് നല്ല തണുപ്പുള്ള വെള്ളം. തണുപ്പുള്ള വെള്ളം. വേനൽക്കാലത്ത് കണ്ടില്ലേ നിങ്ങൾ, കൂൾ ബാറുകൾ സജീവമാകുന്നത് വേനൽക്കാലത്താണ്. എന്തേ കാരണം? ചൂടെടുക്കുമ്പോൾ മനുഷ്യർ എത്ര തന്നെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ കുടിച്ച് തീർത്തു പോകുമെന്നതാ സത്യം. വേനൽക്കാലത്ത് നല്ല തണുപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നത് വല്ലാത്ത ആശ്വാസമാണ്. ഞാനിതൊക്കെ പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞത് കാണാം. ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റു മഹാന്മാരും ഇത് ഉണർത്തിയത് കാണാം. ചൂടെടുക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണിത്. കാറ്റ്, വെള്ളം, തണല്. തണല് വളരെ പ്രധാനമാണ്. ഒരു പാതയോരത്തുകൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല വെയിലുണ്ട്. വെയിൽ തലയിൽ തറക്കുന്നു, ശരീരമൊക്കെ പൊള്ളുന്ന ആ പാതയോരത്ത് എവിടെയെങ്കിലും ഒരു ആൽമരം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ചീനിമരം, ഒരു വാഗ, ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഇലച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം, ഒരു തണൽ മരം. ആ തണൽ മരത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ നമ്മൾ നടക്കാൻ മറന്നു പോകും. അവിടെ നിന്നു പോകും. ഒരു വേള ആ തടിച്ച മരത്തിൻ്റെ ചുവട്ടിൽ അല്പമൊന്ന് വിശ്രമിക്കട്ടെ എന്ന് കരുതി ആ മരത്തോടൊന്ന് ചാരിയിരുന്നാൽ എപ്പോഴാ ഉറങ്ങിപ്പോകുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാർ പറഞ്ഞു, ചൂടെടുക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്നത് തണുത്ത കാറ്റും തണുത്ത വെള്ളവും തണുത്ത തണലുമാണെങ്കിൽ നരകത്തിൽ ചൂടുണ്ടായിരിക്കുമല്ലോ, ഉറപ്പാണ്. അവിടെ ഇവർക്ക് കിട്ടുന്ന കാറ്റും വെള്ളവും തണലും അവർക്ക് ആവശ്യമായിരിക്കും. ചൂടെടുക്കുന്ന ഒരാൾക്ക് ഇത് 3 ആവശ്യമായിരിക്കും. അവിടെ അവർക്ക് വെള്ളം കിട്ടുമോ, കാറ്റ് കിട്ടുമോ, തണൽ കിട്ടുമോ? 3 കിട്ടും. പക്ഷേ കിട്ടുന്ന തണലും കാറ്റും വെള്ളവും പറയുമ്പോൾ തൽക്കാലം നമ്മൾ പറയും അതെനിക്ക് വേണ്ടാന്ന് പറയും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. കിട്ടുന്ന കാറ്റ് തീക്കാറ്റാണ്. ഹതഭാഗ്യരാകുന്ന ദുർജനങ്ങളുള്ളത് നല്ല തീക്കാറ്റിലാണ്. സുബ്ഹാനല്ലാഹ്. തീക്കാറ്റ് എന്ന് പറയാൻ, ചൂടുള്ള കാറ്റ് എന്ന് പറയാൻ കുറേ പദപ്രയോഗങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അല്ലാഹു തആല ഫീ സമൂം എന്ന പദം ഇത് തന്നെ പ്രയോഗിക്കാനുള്ള കാരണം, അറബി ഭാഷയിൽ അതിന് വളരെ കടുപ്പമുണ്ട്. സമൂം എന്ന പദം വന്നിരിക്കുന്നത്, അതിൻ്റെ ധാതു ഒന്നിരിക്കൽ സമ്മ് അല്ലെങ്കിൽ സുമ്മ് എന്ന പദമോ സമ്മ് എന്ന പദമോ. ഇത് ഞാൻ പറയുന്നത് വിഷയത്തിന്റെ കടുപ്പം തിരിയാനാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒന്നിരിക്കൽ സമ്മ് എന്ന പദം അല്ലെങ്കിൽ സുമ്മ് എന്ന പദം. സുമ്മ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിഷമെന്നാണ്. വിഷം അത് ശരീരത്തിൽ എൻ്റെ ചൂണ്ടുവിരലിനായിരിക്കാം നല്ല ഒരു വിഷപ്പാമ്പ് കൊത്തിയത്, അല്ലെങ്കിൽ എൻ്റെ തള്ളവിരലിനായിരിക്കാം പാമ്പ് കടിച്ചത്. വിഷം തീണ്ടിയത് തള്ളവിരലിനാണ്. പക്ഷേ തള്ളവിരലിന് തീണ്ടുന്നതോടുകൂടെ എൻ്റെ ശരീരത്തിലാകെ അതാ ഞൊടിയിട കൊണ്ട് പാഞ്ഞു കയറി. അതിൻ്റെതായ പ്രതിഫലനങ്ങൾ ഞാൻ എൻ്റെ തലച്ചോറിൽ അറിയാൻ തുടങ്ങും. ശരിക്കും ചിന്തിക്കണം. ഇതേ രൂപത്തിലാണ്, ഇതൊരു വിഷക്കാറ്റാണ് ഈ തീക്കാറ്റ്. കാരണം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേറ്റ് കഴിഞ്ഞാൽ
ആ ഒരു ഭാഗത്തേറ്റതു കാരണം അവന്റെ തലച്ചോറ് തിളച്ചുമറിയുന്ന പ്രശ്നമാണ് കേട്ടോ ഈ കാറ്റ്. ഇത്ര കടുപ്പമുണ്ട്. അല്ലെങ്കിൽ സെമ്മ് എന്ന് പറഞ്ഞാൽ ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സൂചിപ്പഴുതിലൂടെ ഒട്ടകം കടക്കുന്നത് വരെ എന്ന് പറഞ്ഞു. മറ്റൊരു വിഷയം പരാമർശിച്ചപ്പോഴാ പറഞ്ഞത് സൂചിപ്പഴുതിലൂടെ. സെമ്മ് എന്നതിന്റെ അർത്ഥം പറയാൻ വേണ്ടി മാത്രം ഓതിയതാണ്. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. സെമ്മ് എന്ന് പറഞ്ഞാൽ സൂചിപ്പഴുത്. സൂചിൻ്റെ ഓട്ടയിൽ കൂടെ ഒട്ടകം കിടക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ സൂചിൻ്റെ ഓട്ട എന്ന് പറഞ്ഞാൽ സൂചിൻ്റെ പിന്നിലുള്ള ഓട്ടയല്ല, സൂചിൻ്റെ പിന്നാമ്പുറത്തുള്ള ഓട്ടയല്ല. കാരണം പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ അങ്ങനെയാ തോന്നിപ്പോവുക. അവിടെ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. സൂചിൻ്റെ ഓട്ടയിൽ കൂടെ ഒട്ടകം കിടക്കുന്നത് വരെ എന്ന് പറയുമ്പോൾ സൂചിൻ്റെ പിന്നിൽ നൂല് കോർക്കാൻ ഒരു ഓട്ടം ഉണ്ടാകാറുണ്ട്. അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. സൂചിയുടെ തലപ്പ് കൊണ്ട്, കൂർത്ത മുന കൊണ്ട് ഒരു ഭാഗത്ത് കുത്തി ആ ഉണ്ടാകുന്ന ദ്വാരം, അതിനാണ് സൂചിപ്പഴുത് എന്ന് പറയുന്നത്. സൂചിൻ്റെ ഓട്ട എന്ന് പറഞ്ഞാൽ സൂചി കൊണ്ട് ഇട്ട ഓട്ടയാണ്, സൂചിയുടെ കൂർത്ത ഭാഗം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് മഹാന്മാർ വിശദീകരിച്ചു. അങ്ങനെ ആകുമ്പോഴാണ് അതിനൊന്നും കൂടെ കടുപ്പം കൂടുന്നത്. സൂചിൻ്റെ ഓട്ട എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വലിപ്പമുണ്ടാവും, നേരാമത്തി സൂചി പഴുത് അത്രയും ഉണ്ടാവില്ല. അതിലൂടെ ഒട്ടകം പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ആ വിഷയത്തിന് നല്ല കടുപ്പം കൂടും. ഏതാവട്ടെ, നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഈ ഒട്ടകം അല്ലെ സെമ്മ് എന്ന് പറഞ്ഞാൽ സൂചിയുടെ കൂർത്ത മുന കൊണ്ട് വീഴുന്ന ദ്വാരമാണ്. അപ്പൊ സൂചിപ്പഴുതിലൂടെ സൂചിയുടെ കൂർത്ത മുനകൾ കേറിപ്പോകാൻ കൂടുതൽ പഴുതു വേണ്ട. അതേ രൂപത്തിൽ ഈ കാറ്റിങ്ങടിച്ച് നരകാവകാശിയാകുന്ന നമ്മുടെ ശരീരത്തിലേൽക്കുമ്പോ മഹാന്മാർ വിശദീകരിക്കുന്നു, രോമക്കുത്തുകളിലൂടെ സൂചി തറച്ചു കയറും പോലെ ആ കാറ്റുകൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് തറച്ചു കയറും. ഇതാണ് ഫീസമൂം. വിഷക്കാറ്റാൻ, തീക്കാറ്റാൻ, സൂചിപ്പഴുതിലൂടെ തുളച്ചു കയറുന്നത് പോലെ കൂർത്ത മുനകൾ, സൂചിയുടെ കൂർത്ത മുനകൾ ശരീരത്തിൽ തറക്കും പോലെ അത് തറക്കും. നല്ല കഠിനമായ കാറ്റാൻ. ഫീസമൂം വഹമീം. കൊടുക്കുന്ന വെള്ളോ സുബ്ഹാനല്ലാഹ്, ചുട്ടുപൊള്ളുന്ന വെള്ളം. ആ ചുട്ടുപൊള്ളുന്ന വെള്ളത്തിന്റെ ഗതി എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിൽക്കുന്നത് വെള്ളത്തിലാ. കാരണം അവരുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചീഞ്ചലം, ആ ചീഞ്ചലത്തിലാണ് അവർ നിൽക്കുന്നത്. നരകാവകാശികളുടെ ശരീരം മുഴുവനും പൊട്ടിയൊലിക്കുന്നു, എല്ലാം പൊട്ടിയൊഴുകുന്നുണ്ട്. മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഗുഹ്യസ്ഥാനത്തു നിന്ന് നദികൾ പൊട്ടിയൊഴുകുന്നവരുണ്ട്, വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാർ. അതിൻ്റെയൊക്കെ നടുക്ക് ഇവരിങ്ങനെ നിൽക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വെള്ളമാണ്. സുബ്ഹാനല്ലാഹ്, ഓർക്കാൻ പോലും വയ്യ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നല്ല ചൂടുള്ള സമയം തിളച്ച ചട്ടിയിൽ കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ ഗതി എന്തായിരിക്കും? നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ ഇത് കേൾക്കുമ്പം നിങ്ങൾ, പഠിച്ചോനെ എനിക്ക് നാളെ വരാനുള്ള, ഞാൻ കണ്ണങ്ങ് ചിമ്മി എണീറ്റാൽ എനിക്ക് വരാനുള്ള കഥയാണെന്നല്ലോ എന്നാലോചിക്ക് ചെറുപ്പക്കാരാ. അപ്പോഴേത് മനസ്സിൽ തട്ടു. ഫീ സമൂമിൻ വഹമീം വളില്ലിം മിൻ യഹ്മൂം വളില്ലിം മിൻ യഹ്മൂം വളില്ലിം മിൻ യഹ്മൂം. പുകച്ചുരുളിൻ്റെ തണൽ. തണല് കിട്ടുമോ നരകത്തിൽ? ഉണ്ട്. ഏതാണ് ആ തണല്? നരകത്തിലെ തീ ഇങ്ങനെ കത്തി ഉയരുമ്പോഴുള്ള പുക. ആ പുക പൊങ്ങുമ്പോ ആ പുകയുടെ തണല് മാത്രമേ കിട്ടൂ. കരിമ്പുകയുടെ തണൽ. യഹ്മൂം എന്ന് പറഞ്ഞാൽ ദുഖാനുൻ അസ്വദ്, കരിമ്പുക. കരിമ്പുകയുടെ തണല് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. വളില്ലിം മിൻ യഹ്മൂം. സുബ്ഹാനല്ലാഹ്, അത് ആ തണല് ആശ്വാസകരമല്ല, ആ വെള്ളം ആശ്വാസകരമല്ല, ആ കാറ്റ് ആശ്വാസകരമല്ല. അല്ലാഹ് പറയുന്നു, ലാ ബാരിദിൻ വലാ കരീം. തണുത്ത തണലല്ല, മാന്യമായ തണലല്ല, കാറ്റല്ല, വെള്ളമല്ല. തീർത്തും അത് നമുക്ക് വേറെ 3 സെപ്പറേറ്റ് അദാബുകളാണ്. അത് വേറിട്ട 3 അദാബുകൾ. അങ്ങനെ വേണം അതിനെ വിലയിരുത്താൻ. അത് നമുക്ക് ആശ്വാസത്തിന് അല്ലാഹ് തരികയല്ല, അത് വേറെ 3 അദാബുകൾ. വെള്ളം കിട്ടിയാൽ, കാറ്റ് കിട്ടിയാൽ
നമുക്ക് തണല് കിട്ടിയാൽ അത് വേറെ 3 അദാബ്. തീയിൽ കത്തിക്കരിയുന്ന നമ്മൾ അത് സഹിച്ചോളണം. അതിന്റെ പുറമെ ഈ കാറ്റും സഹിക്കണം, ഈ വെള്ളവും സഹിക്കണം, ഈ തണലും സഹിക്കണം. ഫീ സമൂമിൻ വഹമീമിൻ വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. സാധാരണ ഈ സാധനങ്ങളുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ ആശ്വാസം തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷേ നരകത്തിലെ കഥ കഷ്ടമാണ്. നരകത്തിലെ കഥ കഷ്ടമാണ്. കാരണം നരകത്തിൽ ഈ പറഞ്ഞതൊക്കെയും നമുക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്. ആ തണലിനെ കുറിച്ച് ഒന്നും കൂടെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല സൂറത്തുൽ മുർസലാത്തിൽ 29 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ. സൂറത്തുൽ മുർസലാത്തിയുടെ 29 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ 5 ആയത്തുകളിലായിട്ട് അല്ലാഹു വളരെ കടുപ്പത്തിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ് ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. കേട്ടോളൂ, അത് കേട്ടാൽ തന്നെ മതി യഥാർത്ഥത്തിൽ. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഇവിടുന്ന് നമുക്ക് നരകം പറയുമ്പോൾ, പരലോകം പറയുമ്പോൾ, സ്വർഗം പറയുമ്പോൾ, സിറാത്ത് പാലം പറയുമ്പോൾ, ഹിസാബ് പറയുമ്പോൾ അതൊക്കെ നമ്മൾ ഓലപ്പാമ്പായി കണ്ടു. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, ഇത് വെറുതെ നമ്മളെ ഞെട്ടിക്കായിരിക്കും എന്നൊരു ധാരണ മുസൽമാന്റെ മനസ്സിലടക്കം കടന്നുകൂടി. മുസൽമാന്റെ മനസ്സിലടക്കം കടന്നുകൂടി. അവനോടായി അള്ളാഹു പറയുന്ന, എടോ നീ കളവാക്കിയിരുന്ന നിനക്ക് വിശ്വസിക്കാൻ കഴിയാതിരുന്ന പരമമായ യാഥാർത്ഥ്യത്തിലേക്ക് ഇതാ കടന്നുപോയിക്കോ. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. നിങ്ങൾ കളവാക്കിയിരുന്ന പരമാർത്ഥങ്ങൾ അതിലേക്ക് പോയിക്കോ. അതും ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ്, 3 ശാഖകളായിട്ട് 3 പിണരുകളായിട്ട് പൊങ്ങുന്ന ആ പുകയുടെ തണലിലേക്ക് പോയിക്കോ. ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ്, വലിയ പുക, അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുക 3 ഇതളുകളായിട്ടാണ് എന്ന് മഹാന്മാർ ഇവിടെ പറഞ്ഞത് കാണാം. 3 ഇതളുകൾ, നല്ല ശക്തമായ തീയിൻ്റെ പുക, നല്ല കട്ടിയുള്ള കറുത്ത പുക, അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുക ഇങ്ങനെയാണ്. അപ്പോൾ ആ 3 ഇതളുകളായിട്ട് മുകളിലേക്ക് പൊങ്ങുന്ന ആ തണൽ, ആ നിഴൽ, അങ്ങോട്ട് നീ പൊയ്ക്കോ. ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ്. ലാ ദലീൽ, അതൊരിക്കലും തണുപ്പേകുന്ന തണലല്ല. കണ്ടോ, തണലിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ലാ ദലീൽ. നാളെ നരകത്തിൽ വെച്ച് നമ്മളോട് പറയാൻ പോവുകയാണ്, പരലോകത്ത് വെച്ച്. ലാ ദലീൽ, ഒരിക്കലും നിനക്ക് തണുപ്പേകുന്ന തണലല്ല കേട്ടോ. ലാ ദലീൽ വലാ യുഗ്നീ മിനൽ ലഹബ്. കണ്ടില്ലേ തീയ് കത്തിയാളുന്നത്, തീജ്വാല പടർന്നു പന്തരിക്കുന്നത് കണ്ടില്ലേ? ആ പടർന്നു പന്തരിക്കുന്ന പല്ലെളിച്ച് കാട്ടുന്ന തീജ്വാലകൾക്ക് ചെറിയ ഒരു ശമനം തരുമോ ഈ തണല്? ഇല്ല. കാരണം ഇത് പുകത്തണലാണ്, കരിമ്പുകയുടെ തണലാണ്. നരകത്തിൽ കത്തിയാളുന്ന തീജ്വാലക്ക് ശമനമുണ്ടാകൂല. വലാ യുഗ്നീ മിനൽ ലഹബ്, വലാ യുഗ്നീ മിനൽ ലഹബ്. നരകാഗ്നിക്ക്, നരകാഗ്നിയുടെ തീജ്വാലക്ക് ശമനം നൽകുന്നതുമല്ല. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ. അത് മതി ഒരു വിശ്വാസിക്ക്. ഇനി പറയുന്ന ആയത്ത് നരകത്തിന്റെ തീയിന്റെ കടുപ്പം മനസ്സിലാക്കാൻ. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ. എന്താ നരകത്തിലെ തീയിന്റെ കഥ? ഇന്നഹാ തർമീ, ആ തീയ് വലിച്ചെറിയുന്നത്, ആ തീജ്വാലയെ കുറിച്ച് ആദ്യം പറഞ്ഞു. ആ തീജ്വാല വലിച്ചെറിയുന്നത്, തർമീ, അത് വലിച്ചെറിയുന്നത് ബിശറരിൻ കൽ ഖസ്ർ, കൊട്ടാരത്തിന്റെ വലിപ്പമുള്ള തീപ്പൊരികളാണ്. ചിന്തിക്കണം വിഷയത്തിന്റെ ഗൗരവം. തീയിനെ പറ്റിയല്ല അല്ലാഹു പറഞ്ഞത്, കൊട്ടാരത്തിന്റെ വലിപ്പമുള്ള തീപ്പൊരികൾ. തീയിൽ നിന്ന് പൊരി പൊങ്ങാറുണ്ട്. തീ ഇങ്ങനെ ആളി കത്തുകയാണെങ്കിൽ അതിന്ന് പൊരി ഇങ്ങനെ പറന്നു പോകും, തീപ്പൊരി. നമ്മൾ സാധാരണ കാണുന്നത് അടുപ്പൊന്നും പൊങ്ങും. ശരിക്കും അങ്ങോട്ട് ഓലക്കൊടി ദമ്മായിട്ട് അങ്ങ് വെച്ചു കൊടുത്തിട്ട് നമ്മൾ തീ കത്തിക്കുകയാണെങ്കിൽ അടുപ്പൊന്നും പൊങ്ങും തീപ്പൊരി. പക്ഷേ ആ തീപ്പൊരിയൊക്കെ ഒരു വിരൽ ഉയരത്തിൽ പൊങ്ങുമ്പോഴേക്ക് ചാരാകും.
ഒരു വിരൽ ഉയരത്തിലേ പോകുള്ളൂ, അപ്പോഴേക്ക് അത് കെട്ടിട്ടുണ്ടാവും നമ്മൾ കാണുന്ന തീപ്പൊരികൾ. എന്നാൽ ശക്തമായൊരു തീപിടുത്തം നടക്കുന്നിടത്തുള്ള തീപ്പൊരികൾ ഒരു വിരൽ ഉയരത്തിലൊന്നും അല്ല പോകുക. അത് പോകുക ഒരു കൈ 2 കൈ ഉയരത്തിലൊക്കെ പോയിട്ടേ അത് ചാരാകൂ. എന്നാലും ചാരാകും. പക്ഷേ നരകത്തിലെ തീയിൽ നിന്നുയരുന്ന പൊരി, പറന്നു പോകുന്ന പൊരികൾ, ആ പൊരിയുടെ ഉയരം അല്ലാഹു പറയുന്ന അതിന്റെ ഉയരം കൊട്ടാരത്തിന്റെ വലിപ്പമുള്ള പൊരികളാണ്. ഇതിന്റെ പൊരി ഇത്ര ഉണ്ടെങ്കിൽ പിന്നെ തീയിനെ പറ്റി നമ്മൾ പറയണോ? പൊരിയുടെ വലിപ്പമാണ് ആ പറഞ്ഞത്, തീപ്പൊരിയുടെ വലിപ്പം. നാളെ നരകത്തിൽ നിന്ന് വരാനുള്ള തീപ്പൊരിയുടെ വലിപ്പം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തട്ടിയിട്ടില്ല പലപ്പോഴും. ഞാൻ പറഞ്ഞു, പാൻസ് നെരിയാണിൻ്റെ കീപ്പോട്ട് ഇറങ്ങണ്ട, ടൈറ്റ് ഫിറ്റ് സംസ്കാരമൊക്കെ ഒന്ന് അങ്ങോട്ട് ഒഴിവാക്കിക്കാളാം, ഭാര്യയെ തലമറക്കാതെ മാറുമറക്കാതെ കൊണ്ടു നടക്കണ്ട. നമ്മൾ ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കണം. നമ്മൾ അനാവശ്യങ്ങളിലൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോൾ അതൊന്നും തലയിലേക്ക് അങ്ങോട്ട് കയറുന്നില്ല. വരാനുള്ളത് ഇത്രയും വലിയ കഥയാണ് എന്നിട്ട് ആലോചിക്കുന്നുമില്ല. ആലോചിക്കുകയാണെങ്കിൽ എപ്പോഴോ മാറിയിട്ടുണ്ടാവും. ഇതൊന്നും ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം വകയായിട്ട് പറയലല്ലോ, അള്ളാഹ് നേരിട്ട് പറയാ ഖുർആനിൽ. അള്ളാഹ് പറഞ്ഞതാണ്. സൂറത്തുൽ മുർസലാത്തി മറച്ചു നോക്കിയാൽ സൂറത്തുൽ മുർസലാത്തിയുടെ 29 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ നിങ്ങൾക്കിത് കാണാം. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, കൊട്ടാരത്തിന്റെ വലിപ്പമുള്ള തീപ്പൊരികൾ. ഇത് തീപ്പൊരിയുടെ ഉയരാണ്. തീപ്പൊരിയുടെ ഉയരം എത്ര ഉയരത്തിൽ പോകുന്നത് ചാരാകുന്നതിന് മുമ്പ് ആ ഉയരാണ് പറഞ്ഞത്. എന്നാൽ അതിൻ്റെ വണ്ണോ, പൊരിയുടെ വണ്ണോ, നമ്മളിവിടെ പഞ്ഞ് കുറച്ച് ഉയരത്തിലങ്ങ് കത്തിപ്പൊങ്ങിയാലും പൊരി അതൊരു ചെറിയ പോയിൻ്റേ ഉണ്ടാവും. ഒരു പോയിൻ്റ്, ഒരു തീപ്പൊരി. നമ്മൾ സാധാരണ ഒരു പോയിൻ്റ്, ഒരു ഫുൾ സ്റ്റോപ്പൊക്കെ ഇടുന്ന അത്രയും ഒരു തീപ്പൊരിയുടെ വലിപ്പം ഉണ്ടാവും. വലിയ തീയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ വലിപ്പം ഉണ്ടാവും. എന്നാൽ നരകത്തിൽ നിന്ന് കത്തിപ്പൊങ്ങുന്ന തീയിൻ്റെ പൊരിയുടെ വണ്ണം, ഉയരം പറഞ്ഞു, കൊട്ടാരത്തിൻ്റെ ഉയരം. എന്നാൽ അതിൻ്റെ വണ്ണോ കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ ഒട്ടകങ്ങളുടെ വണ്ണമാണ് അതിനുള്ളത്. മഞ്ഞ ഒട്ടകങ്ങളുടെ വലിപ്പമാണ്. മഞ്ഞ എന്ന് പറഞ്ഞത് തീയിൻ്റെ കളറായതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ അറബികൾ ജിമാലത്തുൻ സുഫ്രി എന്ന് കറുത്ത ഒട്ടകങ്ങൾക്കും പ്രയോഗിക്കാറുണ്ട്. മഞ്ഞയിൽ കറുപ്പ് കലർന്ന ആ കളറിന് അവർ പലപ്പോഴും ജിമാലത്തുൻ സുഫ്ർ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനും കുഴപ്പമില്ല. കാരണം നരകത്തിലെ തീ കത്തിച്ച് 3000 കൊല്ലം ഇങ്ങനെ ആളിക്കത്തി 3000 കൊല്ലം ആകുമ്പം കറുകറുന്നനെ കറുത്തിരിക്കുമെന്നാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അത് വേറെ പറയാം. കഅന്നഹു ജിമാലത്തുൻ സുഫർ, നരകത്തിലെ ആ തീപ്പൊരിയുടെ വണ്ണം ഒരൊട്ടകത്തിന്റെ വണ്ണമാണ്. ഒട്ടകത്തിന്റെ വണ്ണവും ഒരു കൊട്ടാരത്തിന്റെ വലിപ്പവുമുള്ള തീപ്പൊരികളാണ് കേട്ടോ നരകം മേലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തീയിൽ ആ പൊരി അനുഭവിക്കാൻ കഴിയുമോ നമുക്ക്? പിന്നെ ആ തീയിൽ കിടന്ന് കത്തേണ്ടി വരും എന്ന് പറയുമ്പോൾ ഒരല്പെങ്കിലും ചിന്തിക്കാൻ ഞാൻ പറ്റുമോ മക്കളെ? ചിന്തിക്കണം. ഒരല്പെങ്കിലും നമ്മളൊന്ന് തലക്ക് പിടിക്കാഞ്ഞാൽ, ഇനിയെങ്കിലും ജീവിതം ഒന്ന് തിരുത്താൻ ചിന്തിക്കാഞ്ഞാൽ, ഇനിയെങ്കിലും ഈ തെമ്മാടിത്തങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണമെന്ന ചെറിയ ഒരു ചിന്തയെങ്കിലും മനസ്സിൽ വരാഞ്ഞാൽ പറ്റുമോ? പറ്റൂല. കാരണം അത്രയും കടുപ്പുള്ളതാ സംഗതി. വിഷയം ചെറുതല്ല, വളരെ കടുപ്പമുള്ള കാര്യമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വൈലുൻ യൗമൈദിൽ ലിൽ മുകദ്ദിബീൻ, സർവനാശവും പരലോകം വേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയാത്തവർക്കാണ്. ഞാൻ പറഞ്ഞു, ഇത്തരം ആയത്തുകളൊന്നും കാഫിരീങ്ങളെ കുറിച്ചല്ല, അവരെ കുറിച്ച് മാത്രമല്ല, ആസികളായ മുഅ്മിനീങ്ങൾക്കും കൂടെ ബാധകമാണെന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്താ കാരണം? കാരണം നമ്മൾ വെറുതെ പറയാണ്, ആഖിറത്തിൽ വിശ്വാസമുണ്ടത് വെറുതെ പറയാം. നമ്മൾ മുഖദ്ദിബീങ്ങളാണ്. മുഖദ്ദിബീങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാ തെറ്റ് ചെയ്യുന്നത്? ഞാൻ മുമ്പൊരു ഉദാഹരണം പറഞ്ഞല്ലോ. 2 റൂമുകൾ സങ്കല്പിച്ച് നമ്മൾ ഉദാഹരണം പറഞ്ഞു. ശരിക്ക് തെറ്റു ചെയ്യൂല പരലോക ശിക്ഷയാൻ ബോധ്യപ്പെട്ടാൽ. അപ്പോൾ ബോധ്യപ്പെടായ്മയാണ് ഇപ്പോൾ നമുക്കൊക്കെ ഉള്ളത്. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടോ ഒരു സംശയം. അങ്ങനെയൊക്കെ ഉസ്താദ് പറഞ്ഞാലും, അങ്ങനെയൊക്കെ ഇപ്പോൾ പള്ളിയിലെ ഖതീബ് പറഞ്ഞാലും, അങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, അതൊക്കെ എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഒരു ഉട്ടോപ്പിയാണോ, ഒരു ഓലപ്പാമ്പാണോ, വെറുതെ നമ്മളെ ഞെട്ടിക്കുകയാണോ എന്നൊക്കെ ഒരു തോന്നൽ വിശ്വാസിക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല. അതാണ് മാറാനുള്ള പ്രയാസം. അല്ലെങ്കിൽ എപ്പോഴോ മാറിയിട്ടുണ്ടാകും, നന്നായിട്ടുണ്ടാകും, ഒരു നല്ല പരിശുദ്ധനായി മാറിയിട്ടുണ്ടാവും.
അള്ളാഹു നമുക്കൊക്കെ മാറാനുള്ള തൗഫീക്ക് നൽകട്ടെ, മാറാനുള്ള തൗഫീക്ക് നൽകട്ടെ. പടച്ചോനെ, ഞങ്ങൾക്ക് നീ നല്ല ബുദ്ധി നൽകണം റഹ്മാനെ. എന്നാൽ എന്തിനാണ് ഇത്രയും കടുപ്പമുള്ള നരകത്തിലിട്ട് ഇവരെ ശിക്ഷിക്കുന്നത്? ഇത് കുറച്ച് കടുപ്പുള്ള കാര്യമല്ലേ? ഇത് കുറച്ച് കടുപ്പുള്ള കാര്യമല്ലേ? എന്തിനാണ് ഇവരെ ശിക്ഷിക്കുന്നത്? ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. എന്തിനാ റബ്ബേ നീ നിന്റെ ചില അടിമകളെ ഇത്രയും ശക്തമായ രൂപത്തിൽ മർദ്ദിക്കുന്നത്? ഇത്രയും ശക്തമായ രൂപത്തിൽ പീഡിപ്പിക്കണോ? ഇത് നിനക്ക് ദയയില്ലാത്തത് കൊണ്ടല്ലേ? എന്തിനാ നീ ഇത്ര വലിയ അനീതി കാട്ടുന്നത്? അല്ലാഹ് പറയുന്നു, ഞാനൊരിക്കലും അനീതി കാട്ടുന്നില്ല. ഇവരെ ഇത്രയും വലിയ അദാബിൽ ശിക്ഷിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. ഈ ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് ഇവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു. കണ്ടാ, അള്ളാഹുവിന്റെ പ്രയോഗം നോക്ക്. മുത്രഫീൻ, മുത്രഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിക്കാരൻ, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആക്കാം മുത്രഫ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവന് നിയമമില്ല, വിലക്കുമില്ല, അള്ളിയില്ല, റസൂലുമില്ല, മഹ്ശറില്ല, ഒന്നുമില്ല. പിന്നെ എന്താ പരിപാടി? ഓന് തറഫ്. തറഫ് എന്ന് പറഞ്ഞാൽ സുഖലോലുപത, അത്ര മാത്രമേ ഓനുള്ളൂ. അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതിൻ്റെ അപ്പുറത്ത് അവന് മറ്റൊരു ലക്ഷ്യവുമില്ല. ദുനിയാവ് ആകെ 4 ദിവസം ഉണ്ട്. ആ 4 ദിവസത്തെ ദുന്യാവ് ഇങ്ങോട്ട് കേമാക്കണം എന്നല്ലാതെ ആരാ ഇപ്പം ഇതൊക്കെ ചിന്തിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് പറയുന്നവൻ. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു ഇവർ ഇതിനു മുമ്പ് ദുനിയാവിൽ. സുബ്ഹാനല്ലാഹ്, എത്ര കടുപ്പമുണ്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. അല്ലാഹ് കാരണം പറയുന്നു. നേരത്തെ പറഞ്ഞതിന് കാരണമായിട്ട് അള്ളാഹു ബോധിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഖുർആൻ പലയിടങ്ങളിലും കാരണം ബോധിപ്പിക്കും. വിഷയം അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ ഇന്നഹും അല്ലെങ്കിൽ ഇന്നദാലിക, ഇന്നഹു എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കും. ഉസ്താദുമാർക്കൊക്കെ അറിയാം, ഇന്ന എന്ന അറബിയിലെ ആ അക്ഷരം പ്രയോഗിക്കുക കാരണം പറയുന്ന സ്ഥലത്താണ്. തഅലീലിൻ്റെ മഖാമിലാണ് ഇന്ന വായിക്കുക എന്ന് ഉസ്താദുമാർക്കറിയാവുന്ന കാര്യമാണ്. ഞാനത് പറയുന്നത് സാധാരണക്കാർ ഇങ്ങനെ അള്ളാഹു ശിക്ഷിക്കാനുള്ള കാരണം പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. കാരണം അവർ അടിച്ചു പൊളിച്ച് നടക്കുന്നവരായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ദുനിയാവില്. അതുകൊണ്ട് തന്നെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഇവരെ നിർബന്ധമായും പിടികൂടണം, ശിക്ഷിച്ചുകൊള്ളണം. അവർക്ക് പറ്റിയ ശിക്ഷയാ ഞാൻ കൊടുത്തത്. ജസാഅം വിഫാഖ. സൂറത്തു നബയിലായിരിക്കും, അമ്മ യതസാഅലൂൻ എന്ന അധ്യായത്തിലാണെന്നാ എൻ്റെ ഓർമ്മ. ജസാഅം വിഫാഖ, ഫിറ്റായ പ്രതിഫലം. നിങ്ങൾ യോജിച്ച പ്രതിഫലം, ഓല് ചെയ്തതിനനുസരിച്ചുള്ള പ്രതിഫലമാണ്. ഓല അക്കോലത്തിൽ ആ ദുനിയാവുന്ന എൻ്റെ മുഖത്ത് ചവിട്ടിയത്. ഞാൻ പറയുന്നതിനെ മുഴുവനും അവർ അവഗണിച്ചു. അപ്പം അവർക്ക് പറ്റിയ പ്രതിഫലമായി കൊടുത്തത് ജസാഅം വിഫാഖ. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. ഇവർ സുഖലോലുപതയിൽ, തറഫ് നല്ല മിനുസം, സുഖലോലുപത, അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതായിരുന്നു ഇവരുടെ ഏർപ്പാട്. നാളെ പരലോകമുണ്ട് എന്നുള്ള ചിന്തല്ലായിരുന്നു. 5 മിനിറ്റ് പോലും സുഖിച്ചു കാലാകാലം കഷ്ടപ്പാട് ഏറ്റെടുത്തു. അതാണ് അവരുടെ ചുറ്റുപാട്. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. ഇവിടെ ഒരു കാര്യവും കൂടെ പറയാനുണ്ട്. ശിക്ഷിക്കുമ്പോൾ കാരണം പറയുന്നു, പലപ്പോഴും പ്രതിഫലം തരുമ്പോൾ കാരണം വ്യക്തമാക്കുന്നുമില്ല. അതെന്തുകൊണ്ട്? ഖുർആനിൽ എപ്പോഴും കാണുന്ന ഒരു സ്വഭാവമാണത്. പ്രതിഫലം പറയുമ്പോൾ സ്വർഗത്തിലേക്കാക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നതുകൊണ്ട് സ്വർഗത്തിൽ കടന്നു എന്ന് ചിലപ്പോൾ പറയില്ല, ചിലപ്പോഴൊക്കെ പറയും. പറയാൻ നിർബന്ധമല്ല. അതിന് ഖുർആൻ ഓതുമ്പോൾ പലയിടത്തും നിങ്ങൾക്ക് കാണാം. അപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നോക്ക് നിങ്ങൾ, അസ്ഹാബുൽ യമീനെ പറ്റി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അവർ സ്വർഗത്തിൽ കടന്നത് എന്ന് പറഞ്ഞു? അല്ല, അവർക്ക് എന്തൊക്കെയാ കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ളൂ. മുഖറബീങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ജസാഅം ബിമാ കാനൂ യഅമലൂൻ. കാരണം ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ ഇവരെക്കാൾ കുറേ ചെയ്തവരാ. എന്നാലും അവർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യം കിട്ടാതെ രക്ഷപ്പെടൂല. മുഖറബീങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഔദാര്യം തന്നെയാണ്, ഔദാര്യാണ് എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ ഔദാര്യമാണ്. സവാബ് അത് ഫളിലാണ്, അത് ഔദാര്യമാണ്. ഔദാര്യം തരുമ്പോൾ കാരണം വ്യക്താക്കേണ്ടതില്ല. ഒരാൾ വെറുതെ നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ എന്തുകൊണ്ട് അത് തരാൻ കാരണം എന്ന് പറയേണ്ടതില്ല, അത് തന്നാൽ മതി. കാരണം അത് ഔദാര്യമാണ്. നമ്മൾ ഇന്നായിട്ട് ജനിച്ചു, മരിക്കുന്നത് വരെ നമ്മൾ അമൽ ചെയ്തു, മരിക്കുന്നത് വരെ നമ്മൾ അമൽ ചെയ്തു. അള്ളാഹു താല അതിന്റെ പേരിൽ നമുക്ക് പ്രതിഫലം തന്നാൽ നമ്മൾ അമൽ ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ല. അതുകൊണ്ടാണ് ജസാഅം വിഫാഖ എന്ന് ദുർജനങ്ങളെ പറ്റി പറഞ്ഞപ്പോ നല്ല ജനങ്ങളുടെ പ്രതിഫലം പറഞ്ഞപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? ജസാഅം മിൻ റബ്ബിക അതാഅൻ ഹിസാബാ. നിന്റെ റബ്ബ്
നിനക്ക് പ്രതിഫലമായി തന്നതാണ്. പക്ഷേ അത് കേവലം പ്രതിഫലമല്ല, അതാഅൻ ഹിസാബ, റബ്ബിന്റെ ഭാഗത്തു നിന്നും മതിയായ ദാനമാണത്. കണ്ടോ, ദാനം എന്നാണ് പ്രതിഫലത്തെക്കുറിച്ച് പ്രയോഗിച്ചത്. പ്രതിഫലം എപ്പോഴും ഔദാര്യമാണ്. അതേ സമയത്ത് ശിക്ഷയോ, ശിക്ഷ അത് അതിലാണ്, നീതിയാണ്. ചെയ്തതിന് മാത്രമേ കൊടുക്കുള്ളൂ. പ്രതിഫലം ഔദാര്യാണെന്ന് പറയാൻ കാരണം ഒരു നന്മ ചെയ്താൽ എത്രയാ കൂലി? 10 കൂലി. അപ്പോൾ ഔദാര്യല്ലേ? ഒന്നിന് 1 തന്നാൽ മതിയല്ലോ. ഒന്നിന് 10 തന്നാൽ അത് ഔദാര്യാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം. ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം. അതേ സമയത്തോ ഒരു തിന്മ ചെയ്താലോ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, ഒരു തിന്മക്കുള്ള പ്രതിഫലോ അതേ കനത്തിലും വലുപ്പത്തിലുള്ള ഒരു പ്രതിഫലം. അത്ര മാത്രമേ തരൂ, അതിലേറെ കൊടുക്കൂല. ഒരു തിന്മക്കുള്ള പ്രതിഫലം, ഒരു കളവ് പറഞ്ഞാൽ ഒറ്റ കളവ് പറഞ്ഞ ശിക്ഷ, ഒരു സത്യം പറഞ്ഞാലോ ചുരുങ്ങിയത് 10 സത്യം പറഞ്ഞ കൂലി. അപ്പൊ കൂലി ഔദാര്യാണ്. അതിന് കാരണം ബോധിപ്പിക്കേണ്ട, അത് അള്ളാഹു നമുക്ക് വാരിക്കോരി തന്നതാണ്. ഈ വാരിക്കോരി തന്നതിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് ചിന്തിക്കേണ്ടതില്ല. നേരെ മറിച്ച് ശിക്ഷ കിട്ടുമ്പോൾ അത് നീതിയാണ്. അപ്പൊ അള്ളാഹു ശരിക്കും ബോധ്യപ്പെടുത്തണം, നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇന്നിവിടെ ഒരു ശരീരത്തെ പോലും ഒരല്പം പോലും ആക്രമിക്കപ്പെടുകയില്ല. അള്ളാഹു പറയുന്നു, ഇന്ന് നിങ്ങൾ ചെയ്തതിനല്ലാതെ പ്രതിഫലം കിട്ടൂല കേട്ടോ. വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, അത്രേ തരുള്ളൂ. അപ്പൊ അല്ലാഹു തആല ശരിക്ക് കാരണം ബോധിപ്പിക്കുന്നു. പടച്ചോനെ, ഈ ബോധ്യപ്പെടുത്തലിന്റെ ചിത്രങ്ങൾ ഖുർആനിൽ ഒരുപാടുണ്ട്. ഒരു സുഹൃത്തിനെ അള്ളാഹു ശരിക്കാട് ബോധ്യപ്പെടുത്തിയിട്ടേ ശിക്ഷിക്കുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ കണ്ടീഷൻ. തെറ്റു ചെയ്തവന് ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷമേ അള്ളാഹു തആല ശിക്ഷിക്കുകയുള്ളൂ. ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടേ അള്ളാഹ് എന്നെ ശിക്ഷിക്കുള്ളൂ. അതൊരു വല്ലാത്ത സംഭവമല്ലേ? ദുനിയാവിൽ അങ്ങനെയല്ലല്ലോ. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ശിക്ഷിക്കുക തന്നെയാണ്. എന്തിനാ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ശിക്ഷിക്കണോനും അറിയില്ല, ശിക്ഷ കിട്ടണോനും അറിയില്ല. എന്നാലോ പരലോകത്ത് ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഈ കുറ്റവാളിക്ക് അടക്കം ബോധ്യപ്പെട്ടിട്ടേ ശിക്ഷിക്കൂ. പടച്ചോനെ, എത്ര വലിയ കഥയാണ്. നോക്ക് നിങ്ങൾ, ആ ബോധ്യപ്പെടലിന്റെ ചിത്രം അല്ലാഹു പറയുന്നത് കാണാം സൂറത്തു യാസീനിൽ. അല്ലാഹു പറയുന്ന സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് തള്ളിക്കയറുമ്പം ആ കൂട്ടത്തിൽ ചുളിവിൽ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരൊക്കെ വരും? ഇവിടെ സ്വർഗത്തെ കളവാക്കിയിരുന്നവർ. നരകവും സ്വർഗമൊക്കെ വയല് കേട്ടപ്പോ മൊയ്ലിയാർക്കൊന്നും നേരം വെളുത്തിട്ടില്ല എന്ന് പറഞ്ഞവൻ, അല്ലെങ്കിൽ അത് ഇരുന്ന് കേൾക്കുന്ന പ്രവർത്തകർ, നിങ്ങളെ സാധുക്കളെ കുറിച്ച് പുറത്തുകൂടെ പോകുന്ന ഒരാൾ, ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ലട്ടോ എന്ന് പറഞ്ഞവൻ, അവനൊക്കെ വരും. കാരണം അവിടുന്ന് ഇതൊക്കെ കണ്ണ് കണ്ടല്ലോ. ലൈസലി വഖഅതിഹാ കാദിബ. ഒന്നാമത്തെ ദിവസം നമ്മൾ പറഞ്ഞതാ, ഇതൊന്നും നടക്കുമ്പോൾ പിന്നെ കളവാക്കുന്ന ആരും ഉണ്ടാകൂല. അവിടെ എല്ലാവരും വിശ്വസിക്കും. അങ്ങനെ പതുക്കെ മൂമിനീങ്ങളുടെ തണലിൽ സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി ചുളിവിൽ രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ അല്ലാഹു അവിടെ വെച്ച് അവർക്കു നേരെ, കുറ്റവാളികൾക്ക് നേരെ റബ്ബിന്റെ ശക്തമായ ആട്ടും തുപ്പുമുണ്ട്. ഹലോ കുറ്റവാളികളെ, നിങ്ങൾ മാറണം. കണ്ട, ശക്തമായ ഒരു അനൗൺസ്മെന്റ് അള്ളാന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഹലോ കുറ്റവാളികളെ, നിങ്ങൾ മാറി നിൽക്കണം. ഇത് നിങ്ങൾക്കുള്ള അവസരമല്ല, ഇതെന്റെ മുത്തഖീങ്ങൾക്കുള്ള അവസരമാണ്. അവരൊക്കെ പോകട്ടെ, പിന്നെ നിങ്ങളെ പിടിച്ച് നരകത്തിക്ക് ഇടാനാകുന്നേ ഉള്ളൂ. അത് പിന്നെ എൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങൾ, സ്വാലിഹീങ്ങളായ അടിമകൾ, അവരൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ, നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കും. അപ്പോഴേക്ക് മലക്കുകൾ വന്ന് തല്ലി. കാരണം ഇവരെയൊക്കെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയല്ലോ, മുഖം മുഴുവൻ കറുത്തിട്ടായിരിക്കും. ദുർജനങ്ങൾ ഇവിടെ എത്ര വെളുത്തിട്ടാണെങ്കിലും അവിടെ വരുമ്പോൾ കറുത്തിട്ടായിരിക്കും. നല്ല ജനങ്ങൾ ഇവിടെ എത്ര കറുത്തവരാണെങ്കിലും അവിടെ എത്തുമ്പോൾ വെളുത്തിട്ടായിരിക്കും. മൂത്ത് നോക്കിയാൽ തന്നെ അറിയാം. നല്ല ഒരു അടയാളം മൂത്ത് തന്നെ ഉണ്ട്. എല്ലാവരും ആട്ടി ഓടിക്കും, എല്ലാവരും പരക്കം പായും. ആ പാച്ചിലിൽ പിന്നെ ഇവൻ പിടിക്കുന്നത് ഇവനെ പഴപ്പിച്ച കൂട്ടുകാരനെയാണ്. റസൂലുള്ളാഹി തങ്ങൾ സൂറത്ത് യാസീനിന്റെ ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായ ഒരു ഹദീസിലൂടെ നമ്മങ്ങനെ പഠിപ്പിച്ചു. റസൂലുള്ള പറഞ്ഞു, അങ്ങനെ ആട്ടി ഓടിക്കുമ്പോൾ ഇവനെ പഴപ്പിച്ച കൂട്ടുകാരനെ പിടിക്കും. വാ ജാഫറേ വാ,
ഞാൻ അന്ന് പരമാവധി എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഞാൻ പോരുന്നില്ല. പക്ഷെ ആ ഹലാക്കിന് നീ എന്നെ കൊണ്ടുപോയത് ഇയ്യാ. ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പടം കാണാൻ പോരുന്നില്ല. ഈ പറഞ്ഞു ടിക്കറ്റൊക്കെ ഓഫർ ചെയ്ത് ഇയ്യാ എന്നെ കൊണ്ടുപോയത്. നാട്ടിൽ ആ ഗാനമേള നടത്തണ്ടെന്ന് ഞാൻ മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈദ് നൈറ്റ് നടത്തിച്ചത് നീയാണ്. ആ ഈദ് നൈറ്റ് നടത്തി നമ്മുടെ പിൽക്കാലത്തൊക്കെ ആ ഈദ് നൈറ്റുകൾ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇന്ന് അതൊക്കെ നമ്മൾ ഏൽക്കണം. ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്, ഇത് വേണ്ടാന്ന്. നിനക്ക് ഗൾഫിൽ നിന്നൊക്കെ വന്ന് 10 കാശ് കയ്യിലുണ്ടായപ്പോൾ നിനക്ക് നല്ല വേദികളൊന്നും വേണ്ട, ഗാനമേള വേണം, വേണ്ടാത്ത സദസ്സ് വേണം. അന്ന് നീയാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. വാ, ഇനിയൊരു തീരുമാനം കാണുക, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു മുഷാവറയെങ്കിലും നടത്തുക നമ്മൾ. വാ, അങ്ങനെ അവരിങ്ങനെ കൂടിയാലോചിക്കുകയാണ്, എങ്ങനെയാടാ രക്ഷപ്പെടുക. സംഗതി പെട്ടു. അന്ന് ഈ പറഞ്ഞിരുന്നു, അന്നങ്ങനെ കേട്ടാൽ മതിയായിരുന്നു. അന്ന് നമ്മൾ വയവ് കേട്ടിരുന്നു, നമ്മൾ നന്നായില്ല, കേട്ടവരെ ഒക്കെ നമ്മൾ പരിഹസിച്ചു. ഇനി എന്തു ചെയ്യും? ഇത് റസൂലുള്ളാഹി ഹദീസിൽ ഇങ്ങനെ പറയാം, മഹ്ശറാ മൈതാനിയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ട്. മഹ്ശറാ മൈതാനിയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ചിന്ത വരാനുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. എൻ്റെ കൂട്ടുകാരെ, എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് ഇവനുമായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ. ഇവിടെ ഉണ്ടാവുമല്ലോ അങ്ങനെ കുറ്റവാളികളെ പിടിക്കാൻ വേണ്ടി ഉത്തരവിറക്കി കഴിഞ്ഞാൽ ഇവരെവിടെയെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിൽ സന്ധിക്കും. എന്നിട്ട് ഇവരിങ്ങനെ പഴുതുകളാരായും എങ്ങനെ രക്ഷപ്പെടും, സൂത്രങ്ങളാരായും നമുക്ക് എങ്ങനെ രക്ഷപ്പെടണം, എവിടേക്ക് കടക്കണം, ഇതൊക്കെ ചിന്തിക്കും. പക്ഷെ അവിടുന്ന് കടക്കാൻ കഴിയുമോ? എവിടേക്ക് കടക്കാനാ പരലോകത്ത്? ഏതായാലും ഒന്ന് ചർച്ച ചെയ്തു നോക്കാലോ, അതൊരു സമാധാനം. ഈ ചർച്ച കയ്യോളൊരു സമാധാനം കിട്ടുമല്ലോ. ഈ ചർച്ചയ്ക്കൊരു സമാധാനമുണ്ട്, ചർച്ചയിലൊരു സമാധാനം കിട്ടാനുണ്ട്. ആ ചർച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മലക്കുകൾ അവിടെ രണ്ടാമത് പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല റസൂലുള്ളാഹി പറയുന്നു, മലക്കുകൾ അവിടെയും പൊട്ടി വീഴും. വീണിട്ട് അവരെ തല്ലിയിട്ട് വീണ്ടും പറയും, ഹലോ കുറ്റവാളികളെ, നിങ്ങളോടല്ലേ പറഞ്ഞതാ വേറിട്ട് ഒറ്റക്ക് നിൽക്കാൻ. കണ്ട നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് നേരത്തെ തന്നെ വംതാസൂന്നാ പറഞ്ഞത്, വേറിട്ട് ഒറ്റക്ക് നിൽക്കാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ കൂട്ടം കൂടി നിൽക്കുന്നത്? ആ സ്വാതന്ത്ര്യം പോലും അള്ളാഹു നിഷേധിക്കുമെന്നർത്ഥം. ഒരു 5 മിനിറ്റത്തെ സ്വാതന്ത്ര്യം, ഒരു 5 മിനിറ്റത്തെ സമാധാനം ഇല്ല, തരൂല. നമ്മൾ ഒറ്റക്ക് നിന്ന് ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ചെയ്ത പാപഭാരങ്ങളുടെ ഹിസാബ് എന്താണിനി വരാനുള്ളത് എന്ന് നമുക്കറിയാം. അതേക്കുറിച്ച് മഹ്ശറാ മരുഭൂമിയിൽ ആരുമില്ല, കൂട്ടുകാരൻ കൂട്ടിനില്ല, പിഴപ്പിച്ച ഭാര്യയില്ല, പിഴപ്പിച്ച ഭർത്താവില്ല, പിഴപ്പിച്ച മക്കളില്ല, പിഴപ്പിച്ച കക്ഷികളില്ല, പിഴപ്പിച്ച കൂട്ടുകാരില്ല, റസൂലുള്ളാഹിനെ തെറി പറഞ്ഞു തന്ന കൂട്ടുകാരില്ല. ആ മൗലവിമാരെ കാണുന്നില്ല, ഹബീബിനെ തെറി പറഞ്ഞ മൗലവിമാരെ കാണുന്നില്ല. ഒറ്റക്കു നിൽക്കണം. അങ്ങനെ മഹ്ശറാ മരുഭൂമിയിൽ ഒരു ഭാഗത്ത് മേലോട്ട് നോക്കി ചിന്തിക്കേണ്ട ഗതികേട്. പഠിച്ചവനെ, എൻ്റെ ഗതികേട് എന്താണ്? അങ്ങനെ ഒരു നൃത്തം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ഈ നൃത്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ നല്ല ഒരു നൃത്തം വിശാലമായ ഒരു മൈതാനത്തിൽ നമ്മൾ ഈ ഭൂമി ലോകത്ത് നിൽക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഹജ്ജിന് പോയ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, അറഫയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അതാ വലിയ ഉസ്താദുമാരുടെ പ്രാർത്ഥന നടക്കും, സയ്യിദുമാരുടെ പ്രാർത്ഥനയുണ്ടാകും, സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പിന്നെ നമ്മളൊക്കെ ഉണ്ട് നമ്മുടെ സ്വന്തം കാര്യം പറയാൻ ഏതെങ്കിലുമൊക്കെ വിജനമായ കേന്ദ്രങ്ങളിലേക്ക് പോകും അറഫയിൽ. അങ്ങനെ അറഫയിൽ ഒരു ഭാഗത്ത് ആരുമില്ല പരിസരത്തൊന്നും. നമ്മുടെ സങ്കടങ്ങളൊക്കെ പൊട്ടി പറഞ്ഞ് കരയാൻ പറ്റുന്ന ഒരു നിമിഷം അവിടെ ആ പൊള്ളുന്ന അറഫാ മരുഭൂമിയിൽ മേലോട്ട് നോക്കിയിട്ട് നിൽക്കുമ്പം ദുനിയാവിൻ്റെ കാര്യം ചിന്തിച്ചവരുണ്ടാകും, കെട്ടിച്ച മോളെ കടം തീരാത്തതിന് കരഞ്ഞവരുണ്ടാകും, തുടങ്ങി വെച്ച വീട്ടുപണി പൂർത്തിയാകാത്തതോർത്ത് കരഞ്ഞവരുണ്ടാകും. ഞാൻ എൻ്റെ ഹാജിമാരോട് ചോദിക്കുന്നത്, ആ നൃത്തത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചോ, പഠിച്ചോനെ ഇങ്ങനെ ഒരു നൃത്തം നിന്റെ മുന്നിലൊരിക്കൽ നിൽക്കേണ്ടി വരുമല്ലോ, ഇതുപോലെ ഒരു ഭൂമിയിൽ മഹ്ശറാ മരുഭൂമിയിൽ എന്ന് ആലോചിച്ചവർ എത്ര കൂട്ടരുണ്ട്, എത്ര വിഭാഗമുണ്ട്, എത്ര ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സദസ്സില് നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കണം. സംഗതി ഗൗരവമുള്ള കേസാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വംതാസുലു അയ്യുഹൽ മുജ്രിമൂൻ, അവിടുന്നൊക്കെ അടിച്ച് പുറത്താക്കി ഇവർ ഒറ്റക്ക് നിന്നിട്ട് ഇങ്ങനെ ഇവരുടെ വരും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. അങ്ങനെ ഇവർ വീണ്ടും അള്ളാഹുവിനെ സമീപിച്ചിട്ട് ചോദിക്കും, പഠിച്ചോനെ എന്താ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ തടസ്സം? എൻ്റെ ജ്യേഷ്ഠനാണല്ലോ ആ പോയത്,
ഞാനും അവനും ഒരൊറ്റ ഉമ്മാക്കുണ്ടായതാ. എൻ്റെ അനുജനാണല്ലോ പഠിച്ചോനെ സ്വർഗത്തേക്ക് പോയത്. ഈ എന്തേ എന്നെ മാത്രം ഇങ്ങനെ വിട്ടു? ഞാനും അവനൊക്കെ ഒരു ഉമ്മാൻ്റെ വാപ്പാൻ്റെ മക്കളാ, എൻ്റെ അയൽക്കാരനാണ്, ഞാൻ അവൻ്റെ തൊട്ടടുത്താ ജീവിച്ചിരുന്നത്. ഇങ്ങനെ പരാതി പറയുമ്പോൾ അല്ല പറയടോ, അവരൊക്കെ സാലിഹായ അമലുകൾ ചെയ്തു, സംഗതി നിന്റെ അനുജനാണ്, പക്ഷേ അവൻ റസൂലുള്ളാഹിയെ ആദരിച്ചു. സംഗതി നിന്റെ അനുജനാണ്, അവൻ റസൂലുള്ളാഹിനോട് മതിപ്പുള്ളവനായിരുന്നു. സംഗതി നിന്റെ വാപ്പയാൻ, അവൻ റസൂലുള്ളാഹിനോട് മതിപ്പുള്ളവരായിരുന്നു. നീയോ നിന്റെ ആ പ്രായം ചെന്ന ഉമ്മാമനോടടക്കം ഇതാ വിശുദ്ധ ഖുർആൻ പാരായണം, വിശുദ്ധ മാലകളും മൗലിദുകളും പാരായണം ചെയ്യുന്നതടക്കം മുടക്കിപ്പിച്ചവനാണ് നീ. മദ്ഹ് പറയുന്നത് മുടക്കിപ്പിച്ചവനാണ് നീ. മോനെ, നീ രക്ഷപ്പെടാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ കുടിച്ചു മതിച്ചു പിടിച്ചു നടന്നവനാണ്. നിന്റെ കൂട്ടുകാരൻ അതിലൊന്നും പെട്ടില്ല. അവനൊരു ദീനീ പ്രവർത്തകനായി ജീവിച്ചു. അതുകൊണ്ട് അവർ പോയ വഴിക്ക് പോകണം എന്ന് പറഞ്ഞാൽ നടക്കൂല. വാപ്പിമ്മി ഒന്നായിട്ട് കാര്യമില്ല, രക്തബന്ധം ഉണ്ടായിട്ട് കാര്യമില്ല, അയൽപക്കത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു നാട്ടുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മാതൃഭാഷക്കാരായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുടുങ്ങിയത് തന്നെ. അപ്പം അവൻ പറയും, എന്താ പടച്ചോനെ, അവൻ എന്തൊക്കെ ചെയ്തിരുന്നു അതൊക്കെ ഞാനും ചെയ്തിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, അപ്പവൻ അടുത്ത അടവ്, അവൻ ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഞാനൊക്കെ മൗലിദൊക്കെ നല്ല ഓതുന്ന ആളായിരുന്നല്ലോ, ഞാൻ നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നല്ലോ. പടച്ചോനെ, ഞാൻ മദ്യപിക്കാറില്ലായിരുന്നു, ഞാൻ വ്യഭിചരിക്കാറില്ലായിരുന്നു. ഇങ്ങനെ ഓരോ ഇവരും ഇങ്ങോട്ട് പറയുന്നു. പറഞ്ഞാൽ പച്ച കള്ളം പറയാം, രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. ദുനിയാവിൽ അങ്ങനെയാണല്ലോ. ആകെ ദുനിയാവിൽ നമ്മൾ സലാമത്തായത് കളവുമല. എല്ലാ കേന്ദ്രത്തിലും കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെട്ട അനുഭവമേ ദുനിയാവിലുള്ളൂ. അപ്പൊ തൽക്കാലം പടച്ചോന്റെ മുമ്പിൽ ഇത് നടക്കുന്നു കരുതിയിട്ട് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, പയറ്റി നോക്കുക, നടക്കുമോ? റസൂലുള്ള പറയുന്നു നടക്കൂല. അല്ല പറയും, മലമാഹദിയിലേക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ബനു ആദമേ, ആദമിന്റെ മക്കളെ, നിങ്ങൾ പിശാചിനെ അനുസരിക്കണ്ട, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? വഅനിഅ്ബുദൂനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിച്ചോ. ഹദാ സിറാത്തും മുസ്തഖീം, ഇത് നേരായ മാർഗ്ഗമാണ്. ആ സിറാത്തും മുസ്തഖീമിലൂടെ വരാൻ പറഞ്ഞിട്ട് നീ എന്തേ വളഞ്ഞത്? വളയാൻ പാടില്ല. അവിടെയാണ് ഒരു യഥാർത്ഥ സുന്നിയായി സിറാത്തും മുസ്തഖീമിൽ ജീവിക്കുക. ആ വിഷയങ്ങൾ എനിക്കിപ്പോൾ പറയാൻ സമയമല്ല, അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇപ്പം നമ്മുടെ വിഷയത്തിൽ തന്നെ ഒതുങ്ങാം. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ. മാത്രമല്ല, ഈ പഹയൻ നിങ്ങളെ കൂട്ടത്തു നിന്ന് എത്ര ആളുകളെ ആ പഠിപ്പിച്ചത്. അഫലം തകൂനു തഖിറൂൻ, അതൊന്നും കണ്ടിട്ട് നിങ്ങൾ പാഠം പഠിച്ചില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ പിശാച്ച് പയപ്പിച്ചു. അപ്പം ഇവൻ പറയും, അതൊന്നുമില്ല പടച്ചോനെ, അതൊക്കെ ഈ വെറുതെ പറയാ, ഞങ്ങളൊക്കെ നല്ല നിലക്ക് നടന്നോലാ. അപ്പം അള്ളാഹു പറയും, എടോ, ഇതൊക്കെ റസൂലുള്ള ഇങ്ങനെ വിശദീകരിക്കുക. തഫ്സീർ ദുർറുൽ മൻസൂറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പണ്ട് സൂറത്തു യാസീൻ 20 ദിവസം നമ്മളിവിടെ വിശദീകരിച്ചിരുന്നു. കുറേ മുമ്പ് 20 ദിവസം സൂറത്ത് യാസീൻ വിശദീകരിച്ചിരുന്നു. അന്ന് നോക്കിയപ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കണ്ട ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അപ്പം അള്ളാഹു പറയടോ, നിന്നെ കൊണ്ട് വലഞ്ഞല്ലോ. കാരണം നീ ഉള്ള വേണ്ടാത്തൊരൊക്കെ ദുനിയാവിൽ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് കണ്ണടച്ച് പറയാം, അല്ലല്ല ഞാൻ നല്ല കുട്ടിയേനീ. തൽക്കാലി നടക്കൂല മോനെ. ഏതായാലും ഇവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതാ ഞാൻ പറഞ്ഞ ബോധ്യപ്പെടുത്തലിൻ്റെ അവസാന ചിത്രം അല്ലേ? അല്ലെങ്കിൽ ഇപ്പം അള്ളാഹ്ക്ക് ഇതിനൊക്കെ ഇവൻ്റെ ഒപ്പം ഇങ്ങനെ വെക്കണോ? ഇവൻ പറയണമൊക്കെ അള്ളാഹ് കേൾക്കണോ? അള്ളാഹ്ക്ക് ഉറപ്പാണല്ലോ ഇവൻ തെറ്റ് ചെയ്തു. ഇവനെ പിടിച്ചിട്ട് നരകത്തിക്കാട് എറിഞ്ഞാൽ പോലെ എറിയൂല. എനിക്ക് ബോധ്യപ്പെട്ടിട്ട് എന്നെ ശിക്ഷിക്കൂ. അതാണ് അള്ളാഹുവിൻ്റെ നീതി. പടച്ച റബ്ബിനോളം നീതിയുള്ള ഏത് രാജാവാ ഉള്ളത്? ചിന്തിച്ചു നോക്ക്. ശരിക്ക് നീതി തരികയാണ്, ശരിക്ക് നീതി തരികയാണ്. അള്ളാഹു പറയും, മോനെ ഈ സമ്മതിക്കണമെങ്കിൽ എന്തു വേണം? ഉടനെ തന്നെ മലക്കളെ വിളിക്കും. മലക്കളെ വരി, ഞാൻ ഇവൻ്റെ കർമ്മരേഖയൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, സാലിഹായ അമലുകളും ചീത്തയായ അമലുകളും ഒന്ന് വായിച്ചാട്ടെ. ഇവർ ഈ കിതാബ് വായിക്കുമ്പോൾ അവൻ അന്തം വിടുക. പഠിച്ചോനെ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പഠിച്ചോനെ, എത്ര സമഗ്രമായ ഗ്രന്ഥാണിത്. ഞാൻ ചെയ്ത ഒരു ചെറുതും വലുതും ഒന്നും ഇത് വിട്ടിട്ടില്ല, എല്ലാം കൃത്യമായി ക്ലിപ്തമാക്കിയിട്ടുണ്ട്. എല്ലാം ഇത് കൃത്യമാക്കി വെച്ചിട്ടുണ്ടല്ലോ പടച്ചോനെ. ഇതിലില്ലാത്ത ഒരു വർത്താനം ഇല്ലല്ലോ. ഞാൻ എവിടേക്കെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ട്. ഇനി എങ്ങനെ എനിക്ക് സലാമത്ത് കിട്ടുക? ഇതാരോടാ പറയാ? പൊതുജന സമക്ഷത്തിലല്ല, ഇവൻ്റെ നഫ്സിനോട് പറയുന്നു. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തിനാ നഫ്സിനോട് പറയുന്നത്? പറയാൻ കാരണം ഇനി അവൻ ഇനിയും നിഷേധിക്കാൻ പോവുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോകുമ്പോൾ അവൻ ചോദിക്കും, അത്രേ പടച്ചോൻ എപ്പോൾ വന്നിട്ട് ആ റെക്കോർഡ് വായിച്ച അവരാരാ ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പോൾ ഇവിടെ വന്നിട്ട് റെക്കോർഡ് വായിച്ചു പോയാൽ അവരാരാ?
അവർ നിൻ്റെ അമലുകൾ എഴുതി വെക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ച എൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ, എൻ്റെ അടിമകൾ. അവരടിമകളാലേ, ഞാനും നിൻ്റെ അടിമയല്ലേ? അതെ. എനിക്ക് തെറ്റു പറ്റായെങ്കിൽ അവർക്കും തെറ്റു പറ്റിക്കൂടെ പഠിച്ചോനെ? ഉണ്ടോ? എൻ്റെ പേരിൽ പച്ചക്കള്ള എഴുതി വെച്ചതാണ്. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. പച്ചക്കള്ളം എഴുതി വെച്ചതാണ്. മലക്കുകളെ വരെ വിടില്ല നമ്മൾ. അവരെ വരെ കുറ്റം ആരോപിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നോക്കും. അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അള്ളാഹ്ക്ക് നോക്കണം, പിടിച്ചാണ്ട് വലിച്ചെറിഞ്ഞാൽ പോരെ. കാരണം അത് ശരി, ഇവിടെ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കാലെന്ന് ചോദിച്ചാൽ പോരെ? ഇല്ല, അള്ളാഹു ചെയ്യൂല. അള്ളാഹ് എനിക്ക് ബോധ്യപ്പെട്ടിട്ട് എന്നെ ശിക്ഷിക്കുള്ളൂ. അത് കാണാൻ പോവാണ്. അള്ളാഹു പറയുകടോ, ഇവിടെയാണ് വലഞ്ഞത്. എൻ്റെ സാലിഹീങ്ങളായ, എൻ്റെ മുഖറബീങ്ങളായ മലക്കുകളെ അടക്കം തെറ്റെന്താണെന്ന് ചെയ്യാത്ത, പറഞ്ഞതിനെതിരു ചെയ്യാത്ത വിഭാഗമാണല്ലോ മലക്കുകൾ. അവരെ അടക്കം നിങ്ങൾ തെറ്റാക്കി അവരടക്കം തെറ്റ് ചെയ്തവരാണെന്ന് ചിത്രീകരിക്കേ. നല്ലൊരു കാര്യം വേണം, അവരുടെ പരിശുദ്ധിയൊന്നും അള്ളാഹ് പ്രസംഗിക്കാൻ നിൽക്കുകയല്ല. അള്ളാഹു പറയും, ഈ സമ്മതിക്കണമെങ്കിൽ ഇപ്പം എന്തു വേണം? അത് ഈ പറഞ്ഞു എനിക്ക് വിട്ടുവന്നു. നീ സമ്മതിക്കണമെങ്കിൽ എന്തു വേണം? നീ പറഞ്ഞാൽ നിനക്കങ്ങ് വിട്ടുവന്നു. അപ്പം നമ്മൾ അള്ളാഹുവിനോട് പറയുമല്ലോ, പഠിച്ചോനെ ഈ പറഞ്ഞിട്ട് സ്വീകരിക്കൂല, നല്ല പരിപാടിയാ, ഈ പറഞ്ഞിട്ട് സ്വീകരിക്കൂല. പിന്നെയോ മലക്കൾ പറഞ്ഞിട്ടും വിശ്വസിക്കൂല. റിക്കാർഡും രേഖയൊന്നും ഇവിടെ കൊണ്ടുവന്ന് വായിക്കണ്ട. എന്നെ ശിക്ഷിക്കണമെങ്കിൽ തെറ്റു ചെയ്തു എന്ന് ഞാൻ ഏറ്റു പറയണം, അപ്പം നിനക്ക് എന്നെ ശിക്ഷിക്കാം. അത് ഏറ്റു പറയൂല എന്ന് വരെ ധൈര്യമാണ്. ഞാൻ എന്തായാലും ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയൂല എന്ന് വരെ ധൈര്യമാണ്. അങ്ങനെ മനുഷ്യൻ പറയൂത്രേ. പടച്ചോനെ അപ്പുറം അള്ളാഹു ചോദിക്കത്രേ, എന്നാലേ ഇങ്ങനെ ആകുമ്പോൾ ഈ മാറൂലല്ലോ. നീ പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ശിക്ഷിച്ചൂടെ? അതാവാം. കാരണം എന്താ, ഇവൻ ദുന്യാവിൽ കുറേ പരിചയമുള്ളതാണ് അല്ലേ? എത്രയോ പിടിച്ചിട്ട് CBI ഒക്കെ പിടിച്ച് ഒരുപാട് മുട്ടി നോക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല മോൻ. അപ്പം നല്ല പരിചയമുള്ളത് കൊണ്ട് കുറച്ചൊക്കെ പിടിച്ച് നിൽക്കാന്നുള്ളത് തന്നെ എൻ്റെ ധൈര്യം. കള്ളം തന്നെ പറയണം. ബോധ മനസ്സ് എപ്പോഴും കള്ളയെ പറയൂ, അല്ലെ പിന്നെ അബോധ മനസ്സിനോട് ചോദിക്കണം, അപ്പോഴേ സത്യം പറയൂ. അതിനാണ് ഹിപ്നോട്ടിസം നടത്തുന്നത്. ഹിപ്നോട്ടിസം നടത്തിയാൽ പിന്നെ സത്യം പറയും. കള്ളം പറയാൻ കഴിയും. അബോധ മനസ്സ് സത്യം പറയും. പക്ഷേ അവിടെയും കള്ളം പറയുന്ന ചില മിടുക്കന്മാരുണ്ടത്രേ. അവരാണ് മിടുക്കന്മാർ. ഹിപ്നോട്ടിസം നടത്തിയാലും കള്ളം തന്നെ പറയുന്നവരുണ്ടത്രേ. അതിലും പരാജയപ്പെടല. ഹിപ്നോട്ടിസം നടത്തിയിട്ട് പരാജയപ്പെടുന്നവരില്ല, അവർ ഭയങ്കര സമർത്ഥന്മാരാ. അതുകൊണ്ട് ഇവർ പരലോകത്തൊരു നോക്കാനുള്ള തീരുമാനം തന്നെയാ. ഒരു നോക്കൊന്ന് നോക്കിക്കളയാം, നടക്കൂല. അത് അള്ളാഹുവിൻ്റെ കോടതിയാണ്. അള്ളാഹു തആല ഉടനെ തന്നെ അടുത്ത ആയത്ത്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പടച്ചോനെ, അള്ളാഹ് പറയുന്ന അൽയൗമ നഖ്തിമു, ആ ദിവസം നമ്മൾ മുദ്ര വെക്കും, അലാ അഫ്വാഹിഹിം, അവരുടെ വായിന് നമ്മൾ ശീലുവെക്കും. അവരുടെ വായിന് നമ്മൾ ശീലുവെക്കും. അതിനു മുമ്പ് ആദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദുൻ ഇസ്ലൗഹലുമായി മാ കുന്തും തക്ഫുറൂൻ. അള്ളാഹ് പറയും, നരകത്തിലേക്ക് കടന്നോളി. ഇതാ നരകം എന്നിട്ടപ്പോഴേക്ക് നരകം ഇങ്ങനെ പിടിച്ച് വലിച്ചടിപ്പിക്കും. അപ്പോഴാണ് ഇവൻ ഈ നിഷേധിക്കുന്നതും വീണ്ടും വീണ്ടും നിഷേധിക്കുന്നതൊക്കെ. അപ്പോൾ അള്ളാഹു പറയാണ്, ദാ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായിന് ഇതാ ശീല വെച്ചിരിക്കുന്നു, നാം ശീല വെക്കുന്നു. പിന്നീട് നമ്മളോട് സംസാരിക്കുക, വതുകല്ലിമുനാ, പിന്നെ നമ്മളോട് സംസാരിക്കുക ഐദീഹിം, അവരുടെ കൈകളാണ്, വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത പേക്കൂത്തുകൾക്ക് സാക്ഷി പറയുക അവരുടെ കാലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വായ അങ്ങോട്ട് മൂടിക്കെട്ടും. ഈ മുദ്ര വെക്കുന്നൊക്കെ പറഞ്ഞാൽ സംസാരശേഷി നഷ്ടപ്പെടുത്തുന്ന അർത്ഥം. പിന്നെ സംസാരിക്കണമെങ്കിൽ നാക്കിൻ്റെ പോസ്റ്റ് വരുമ്പോൾ മാത്രമേ നാക്ക് സംസാരിക്കൂ. നാക്ക് ചെയ്ത തെറ്റുകൾ നാക്ക് പറയാം. ഓരോ അവയവങ്ങളും ചെയ്യുന്ന തെറ്റ്, അവിടെ മാത്രമേ നാക്ക് സംസാരിക്കൂ, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല. മുദ്ര വെച്ചു, നാക്കിന് അനങ്ങാൻ വയ്യ. പിന്നെ സംസാരിക്കുന്നത് കയ്യും കാലും. ഞാൻ ഇന്നവനെ അടിച്ചു, കൊന്നു, ഇന്ന സാധനം ഞാൻ കട്ടെടുത്തു ഒക്കെ പറയുന്നു. ഇന്ന ഹറാമിലേക്ക് ഞാൻ നടന്നുപോയി, കാല് പറയുന്നു. എനിക്കനുവദിക്കാത്തത് ഞാൻ മണത്തു, മൂക്ക് പറയുന്ന. എനിക്കനുവദിക്കാത്തത് ഞാൻ കണ്ടു, കണ്ണ് പറയുന്ന. സുബ്ഹാനല്ലാഹ്, ആ രംഗം ഇവനാകെ ബേജാറായി. എന്താ പടച്ചോനെ ഈ സംഭവിക്കുന്നത്? സ്വന്തം ശരീരങ്ങളിൽ നിന്ന് അവയവ പ്രക്ഷേപണം. അവയവ പ്രക്ഷേപണ നാളാണ് യഥാർത്ഥത്തിൽ ഈ ഗൗരവമുള്ള നാള്. സുബ്ഹാനല്ലാഹ്, ഈ അവയവ പ്രക്ഷേപണം നടക്കുമ്പോ ഇവനാകെ ബേജാറാവുകയാണ്. ഓരോ അവയവങ്ങളും അവരവർ ചെയ്ത തെറ്റുകൾ വിളിച്ചു പറയുന്നു. അപ്പൊ ഇവൻ അവയവങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ഖാലൂലി ജുലൂദിഹിം, അവരവരുടെ അവയവങ്ങളോട് ചോദിക്കും. സൂറത്ത് ഫുസ്സിലത്തിലാണ്.
അവരവരുടെ അവയവങ്ങളോട് ചോദിക്കും, ലിമ ഷഹിത്തും അലൈനാ, എന്തിനാണോ നിങ്ങൾ നമ്മളെ മാനം കെടുത്തത്? അപ്പം പിന്നെ ഇപ്പം കയ്യിൻ്റെ നേരെയാ, അല്ലെങ്കിൽ എന്തിനാ അത് പറയാൻ നിന്നത്? കാരണം നമ്മളൊന്നു തന്നെയല്ലേ, നരകത്തേക്ക് കൂട്ടിപ്പിടിച്ചിട്ടെന്ന് ഉറപ്പല്ലേ, ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാനിങ്ങനെ കളവ് പറയാൻ തയ്യാറാകുന്നത്. അപ്പം നീ എന്തിനാ അത് പറയാൻ നിന്നത് എന്ന് അള്ളാഹു കഴിവ് കൊടുക്കും. അവൻ്റെ നാക്കുകൊണ്ട് ചോദിക്കും. അപ്പോൾ കാലും കയ്യും അവനോട് തിരിച്ചിങ്ങോട്ട് പറയും. നല്ല വയത് കേട്ടോ. കയ്യിനോടും കാലിനോടും ഒക്കെ സംസാരിച്ചുകൂടെ കൂട്ടുകാരാ? എന്താ സംസാരിക്കൂല? കാരണം ഇതൊക്കെ കയ്യും കാലും ഇങ്ങോട്ട് സംസാരിക്കുന്ന കേട്ടാ പിന്നെ അങ്ങോട്ട് സംസാരിക്കൂലേ? മുമ്പ് ആരെങ്കിലും ഇതുപോലത്തെ ഒരു സാധനം എടുത്തിട്ട് ഇവിടുന്ന് ഗൾഫിലുള്ള ഒരു സുഹൃത്തിനോട് സംസാരിക്കുമോ? ഇല്ല, ഒരിക്കലും സംസാരിക്കൂല. നേരെ മറിച്ച് ഇന്ന് അത് സംസാരിച്ചാൽ ഫലമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്നതുപോലെയാണ്. പരലോകത്തെത്തുമ്പോൾ ലോകമൊക്കെ മാറി, പിന്നെ കൈകാലുകളാണ്, പിന്നെ മൊബൈലൊന്നും വേണ്ട, കൈ തന്നെ മതി. ശരിക്ക് സംസാരിക്കുകയാണ് കൈ കൃത്യമായിട്ട്. സുബ്ഹാനല്ലാഹ്. ആ കൈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കയ്യിനോട് ചോദിക്കുക, ചങ്ങായി എന്തിനാ നമുക്കെതിരെ സാക്ഷി എന്നത്? നമ്മളൊന്നു തന്നെയല്ലേ? കയ്യിൻ്റെയും കാലിൻ്റെയും മറുപടി അല്ല പറയുന്നു, ഖാലു, അവൻ്റെ ചർമ്മങ്ങൾ അവനോട് പറയും, അവൻ്റെ ചർമ്മങ്ങൾ അവനോട് പറയും. എന്താ പറയുക? അംതഖനല്ലാഹുല്ലദീ അംതഖ കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് നാഥൻ ഞങ്ങളോട് സംസാരിച്ചോളണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിക്കല്ലാതെ എന്തു ചെയ്യും? കയ്യും കാലും ചോദിക്കുക, മോനെ നിന്റെ നാക്കിന് അള്ള സംസാരിക്കാൻ ശേഷി എന്നതാണ്. അപ്പം ഈ സംസാരിച്ചു, എന്നാൽ ദാ ഈ കയ്യും കാലും പറയുന്നത് ഞങ്ങൾക്ക് നീ സംസാരിക്കാൻ, അള്ള സംസാരിക്കാൻ ശേഷി തന്ന് സംസാരിക്കടോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഇതൊക്കെ ദുനിയാവെന്ന് നോക്കേണ്ടിയിരുന്നു, തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ജീവിക്കേണ്ടിയിരുന്നു. കയ്യും കാലും നമ്മളോട് അന്ന് വയത് പറയും. സുബ്ഹാനല്ലാഹ്. ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്ന, ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടു ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത്, എന്നിട്ട് ആ നരകത്തിലേക്ക് എടുത്തിടുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ അവയവ പ്രക്ഷേപണ നാളിനെ കുറിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്തി ചൊല്ലിക്കും, അതുകൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചോദിക്കുകയാണ്, സഹാബ ഏത് അവയവ ആദ്യം സംസാരിക്കാൻ നിങ്ങൾക്കറിയോ? ഈ അവയവ പ്രക്ഷേപണത്തിന് ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? ആദ്യം സംസാരിക്കുക കണ്ണാണോ? ഏറ്റവും ആദ്യം ഏതാ തുടങ്ങിയ? കയ്യാണോ? സൂറത്ത് യാസീനിലേക്ക് നോക്കിയാൽ കയ്യാണെന്ന് തോന്നും. തുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും. അല്ല, ആ പറഞ്ഞതൊന്നും അതിന്റെ തർത്തീബല്ല. കാരണം എന്തുകൊണ്ട്? കയ്യല്ല, കാലല്ല. സംഉഹും ശഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്ത് ചെവി, കണ്ണ്, അങ്ങനെയാ പറഞ്ഞത്. അതൊന്നുമല്ല. പിന്നെന്താ അതിന്റെ തർത്തീബ് ഏതാണെന്ന് റസൂലുള്ള ചോദിക്കാം. ഏതാ തർത്തീബ്? ആദ്യമായിട്ട് അവയവ പ്രക്ഷേപണ നാളിൽ ഇതിന് ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പം സഹാബ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയോ ഏതാണ് ആദ്യമായി കലാം തുടങ്ങുന്ന അവയവം? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയൂല നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അസ്ലു ഫഖിദിക്കും അസ്ലു ഫഖിദിക്കും അസ്ലു ഫഖിദിക്കും. സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഏതാണെന്നറിയോ സഹാബ? ഏറ്റവും ആദ്യമായിട്ട് സംസാരിക്കുന്നത് ദാ അസ്ലു ഫഖിദിക്കും, നിങ്ങളുടെ തുടക്കുറ്റിയാൻ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങളുടെ തുടക്കുറ്റിയാണ് ഏറ്റവും ആദ്യമായി സംസാരിക്കുക നാളെ പരലോകത്ത്. നബി തങ്ങൾ പറയുന്ന എന്തേ ഈ തുടക്കുറ്റി സംസാരിക്കാൻ കാരണം? മഹാന്മാർ വിശദീകരിച്ചു. എന്താ നാളെ പരലോകത്ത് അവയവ പ്രക്ഷേപണ നാളിൽ തുടക്കുറ്റി സംസാരിക്കാൻ കാരണം? അതേ, ഒരു സഹോദരൻ എത്ര തന്നെ മാന്യനാണെങ്കിലും വലിയ വലിയ VIPs അവരൊക്കെ നാറിയിട്ടുണ്ടാകുക ലൈംഗിക കേസിലാണ്. നല്ലോണം ചിന്തിച്ചോ. പള്ളി പ്രസിഡന്റാണ്, പള്ളി സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ വലിയ ബഹുമാനിക്കപ്പെടുന്ന ആളാണ്, ആദരിക്കപ്പെടുന്ന ആളാണ്, നാട്ടിലെ നേതാവാണ്, എല്ലാം ശരിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യമായി രഹസ്യ ജീവിതത്തിൽ എവിടെയെങ്കിലും ലിംഗത്തിൻ്റെ വികൃതികൾക്ക് തുള്ളിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലിംഗം തോന്നിപ്പിക്കുന്ന വികൃതികൾക്ക് തുള്ളിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ആദ്യമായി നമ്മളെ തോല് പൊളിക്കുന്ന കേസ് ലൈംഗിക അരാജകത്വമാണ്. സുബ്ഹാനല്ലാഹ്. അന്യ പെണ്ണിനോട് കൂടെ വ്യഭിചരിച്ചിട്ടുണ്ടോ? അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? നിന്റെ തുടക്കുറ്റി അറിയാതെ ആ പണി നിർവഹിക്കാൻ കഴിയില്ല. നല്ല ഭംഗിയുള്ള ആൺകുട്ടികളുടെ കൂടെ സ്വവർഗരതി നടത്തിയിട്ടുണ്ടോ?
നിന്റെ തുടക്കുറ്റി അറിയാതെ ഈ പണിയൊപ്പിക്കാൻ കഴിയില്ല. കാരണം ലൈംഗിക വൃത്തികേടുകൾ മുഴുവനും നടക്കുന്നത് ലിംഗം കൊണ്ടാണ് ലൈംഗിക വൃത്തികേടുകൾ നടക്കുന്നത് എന്ന് വരുമ്പോൾ സുഹൃത്തെ ശരിക്കും ചിന്തിച്ചോ. ലിംഗം അത് തുടക്കുറ്റിയുടെ ഓരത്താ ഉള്ളത്. അപ്പൊ തുടക്കുറ്റി സാക്ഷിയാൻ വേണ്ടാത്തരം എന്തു ചെയ്തിട്ടുണ്ടോ, വ്യഭിചാരമാവട്ടെ സ്വവർഗരതിയാവട്ടെ, അങ്ങനെ നീണ്ടുകിടക്കുന്ന ലൈംഗിക വികൃതങ്ങളുടെ ലിസ്റ്റുകൾ ഏതാവട്ടെ, അതൊക്കെ ലിംഗം കൊണ്ടാ നടക്കുന്നത് എന്നതുകൊണ്ട് നാളെ നമ്മളെ ആദ്യമായി മാനം കെടുക്കുന്നത് നമ്മുടെ തുടക്കുറ്റിയാണ്. പഠിച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ശരിക്കൊന്ന് നെഞ്ചത്ത് കൈവച്ചോർക്ക് ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ജീവിതത്തിൽ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ചിന്തിക്ക്. പഠിച്ചവനെ, അന്ന് എൻ്റെ തുടക്കുറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ മാനം കെടുക്കാൻ എത്ര വിഷയങ്ങളുണ്ട് എന്ന് ചിന്തിക്കുക. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ ചിന്തിക്കണം, ആ വായനയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. അതെന്താ? ജീവിതത്തിൽ വന്നുപോയി, ഇതിൻ്റെ ഗൗരവമറിയാതെ ചെയ്തു പോയതാണ്. ഇന്നു തന്നെ രാത്രിയിൽ പൊട്ടി കരയൂ. നീ കരഞ്ഞിട്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ച് അല്ലാഹ് പുറത്തു തന്നാൽ പുറത്തു തരും അല്ലാഹു. ഇനിയുള്ള ജീവിതം വിശുദ്ധമാക്കിയാൽ അല്ലാഹ് പുറത്തു തരും. ഇനി നിങ്ങളെ ഒരിക്കലും അല്ലാഹു തആല ആഖിറത്തിൽ വായിച്ച് നിങ്ങളെ മാനം കെടുക്കില്ല. ആ ഭാഗം അല്ലാഹു മായിച്ചു കളയും. അതിന് വേണ്ടത് തെളിഞ്ഞ തൗബയാണ്.